ലാലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ചിറ്റാർ ഡാമിൻ്റെ ഭാഗമായ നെട്ടയുടെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് ചിറ്റാർ ഡാമിൻ്റെ ഭാഗം തന്നെയാണ്, അത് വേറൊരു ഏരിയയിൽ കൂടിയാണ്. ആ വിഷ്വലാണ് നമ്മളിന്ന് എടുക്കുന്നതും ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് ഇന്ന് പോകുന്നത് ഇത് പാമ്പൂരി ജംഗ്ഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി അടുത്ത കൂട്ടപ്പു ജംഗ്ഷൻ, കമ്മ്യൂണിസ്റ്റ് മുക്ക്, 10 കാണി, 6 കാണി, അതുപോലെ അവിടെ ആലഞ്ചോല തൊട്ട് ചിറ്റാർ ഡാമിൻ്റെ കുറേ ഭാഗങ്ങളാണ്. നമുക്ക് ഇന്ന് ഈ ഭാഗത്തൂടെയുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂട്ടപ്പു നേരെ കൊടപ്പനമൂട് വലത്തേക്ക്. നമുക്ക് കൂട്ടപ്പു പോയിട്ട് തിരിഞ്ഞു പോകാമേ. തൊഴിലുറപ്പ് നടക്കുവാണേ. എല്ലാ ഏരിയയിലും ജോലിയായല്ലേ? ജോലിയായി. ഇതിങ്ങനെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമോ, അതോ ഒരു ജോലി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഡിസ്റ്റൻസ് വരുമോ? ഒരു മാസം 12 മണി അങ്ങനെയാണോ? അപ്പോൾ നഷ്ടമല്ലേ അത്? കാരണം കിട്ടുമോ? ഒരു വർഷം 100 മണി അങ്ങനെ അത് കറക്റ്റായിട്ട് കിട്ടുമോ? 6 കാണി ഇടത്തോട്ട്, ആറാട്ടുവഴി നേരെ, കൊടപ്പനമൂട് വലത്തോട്ട്. ആറാട്ടുവഴി നേരെയല്ല, അവിടെ ചെന്നിട്ട് തിരിയും കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇത് കൂട്ടപ്പു ജംഗ്ഷൻ. നോക്കിക്കൊള്ളേ. ഇല്ല കുഴപ്പമില്ല. എന്തുമായിരിക്കും സാധനം? ഇത് റോഡ് പണിക്ക് എന്തോ കൊണ്ടിരുന്നതാണ്. നീ ഈ റൂട്ട് വന്നിട്ടുണ്ടോ? അതല്ലേ നമ്മുടെ തെക്കൻ കുരിശുമലയുടെ തീർത്ഥാടനം നടക്കുന്ന മലയല്ലേ അത്? അതിന്റെ ഒരു ഭാഗമല്ലേ അത്? 3 മല ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിനായിട്ട് മല കയറുന്നത്. 3 എണ്ണം. അതില് ആ മല തന്നെയാണോ? നമുക്ക് കുറച്ചങ്ങോട്ടൊന്നും കാണാമായിരിക്കും അത്. ഇത് കമ്മ്യൂണിസ്റ്റ് മുക്കാണ് കേട്ടോ നിവ്യ. കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ സ്ഥലം അറിഞ്ഞൂടെ അല്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് മുക്ക്. ഇവിടെ എല്ലാം കേരളമാണേ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറും. പട്ടി അറിയിച്ചു നോക്ക്. ഇത് ശൂരവക്കാണിയാണേ. ഈ സ്ഥലത്തിന്റെ പേര് ശൂരവക്കാണി. ശ്രീ ശുഭാനന്ദാശ്രമം ശൂരവക്കാണി ശാഖ. ഇവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കത് ഇതിന്റെ ഇത് വന്നേക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാവോ? ഈ സ്കോളർഷിപ്പ് കർണാടകയാണോ അതോ അപ്പൊ എല്ലാ കുട്ടികൾക്കും അതിന്റെ വന്നോ? മാമാണ് അയച്ചു തന്നേ. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഫേക്കൊന്നും വരത്തില്ല അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? കാരണം ഇത് ചെക്ക് പോസ്റ്റാണ് നമ്മുടെ തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റ്. കേരളം തീർന്നു, തമിഴ്നാട് തുടങ്ങി. ഈ സ്ഥലം 6 കാണിയാണ്. 6 കാണി വന്നിട്ടുണ്ടോ നിവ്യ? കേട്ടിട്ടുണ്ടല്ലേ? 6 കാണി. ഇതിലെ ഓരോ ഭാഗത്തൂടെയും തെക്കൻ കുരിശുമല പോകാം എന്നാണ്. ഞാൻ ഇതിലെ പോയിട്ടില്ല. നമ്മൾ കൂതാളി വഴിയല്ലേ പോകുന്നേ. ഇത് കണ്ടോ, കോട്ടയം പാസ്റ്റ് കണ്ടോ കിടക്കുന്നേ? കോട്ടയത്ത് നിന്ന് വരുന്നതാണിത്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ചെമ്പകപ്പാറ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് വരും. അങ്ങോട്ട് പോകുമ്പോൾ കോട്ടയം. ഈ സ്ഥലം യഥാർത്ഥത്തിൽ തമിഴ്നാട് ആണ്. ഇവിടെ 6 കാണി എന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത്.
ഇവിടെ ഒരു വലിയൊരു സ്കൂളുണ്ട്. +2 അല്ല, 10 വരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷൻ, അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അറ്റമാണിത്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം. തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ്. അപ്പം കേരളക്കാർ പറയുന്നത് ചെമ്പകപ്പാറ എന്നാണ്. ബസ്സൊക്കെ വരുമ്പോൾ ചെമ്പകപ്പാറ ബോർഡ് വെച്ചാണ് വരുന്നത്. നല്ല വാടാമുല്ല പൂവുണ്ടോ, നല്ല രസമല്ലേ ഇത്. മുമ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. നമ്മളിനി 10 കാണിയിലേക്കാണ് എത്താൻ പോകുന്നത്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് നല്ല രസമുണ്ടല്ലേ. ഇച്ചിരി ദൂരമാണ്. പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏത് ചർച്ച്? CSI ആണേ. CSI 10 കാണി. തെക്കൻ കുരിശുമലയിൽ കയറി പോകുമെന്ന് ഞാൻ പറഞ്ഞു. കാളിമല തീർത്ഥാടനം കേട്ടിട്ടുണ്ടോ? അത് ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ്. പിന്നെ കാളിമല പോകുന്നത് തീർത്ഥാടനം ഇതിന്റെ നെറുകയിലാണ്. അത് അവിടെ ഈ വഴിയാണ് കയറി പോകുന്നത്. ഇതിലേ കണ്ടോ, ഇതിലെ. പിന്നെ അതുപോലെ ഈ വഴിക്കും കുരിശുമല തീർത്ഥാടനത്തിന് പോകുന്നവരും കയറും. ഇതിലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇതിലെ പോകുന്നുണ്ട്, പയ്യന്മാരെല്ലാം ഇതിലെ പോകും. അതുപോലെ കാളിമല തീർത്ഥാടനം നടക്കുന്ന ഇതിലെയാണ്. 10 കാണിയാണ്. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. നല്ല തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തെക്കേ അറ്റം. കൊള്ളാല്ലേ, നല്ല സെന്റ് തോമസ് കത്തോലിക്ക ചർച്ചിൻ്റെ ആണത്. ചർച്ചാണ് കേട്ടോ. ഇറക്കമല്ലേ, ഇറക്കം ഭംഗിയുള്ള സ്ഥലം. ഹരിതകർമ്മസേന ഇവിടെ തമിഴ്നാട്ടിൻ്റെ അതാണ്. ഇത് ഇവരുടെ യൂണിഫോം ഇത് തന്നെയാണോ? കൊള്ളാം, ഇവരുടെ യൂണിഫോം ഇത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഈ എത്തുന്ന സ്ഥലം ഇത് കറ്റുവ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കേട്ടിട്ടുണ്ടോ? പിന്നെ ഇതിലേ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗണപതിക്കല്ല് പോവാം കേട്ടോ. ഗണപതിക്കല്ല് അങ്ങോട്ട് നമ്മൾ, അതായത് നെട്ടയുടെ ഭാഗത്ത് നമ്മൾ പോയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗണപതിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം ഇതിന്റെ അക്കരയാണെന്ന്. വള്ളം കയറിയൊക്കെ മുമ്പേ പോയിട്ടുണ്ട് ഞാനൊന്ന്. അത് ഇതിലേ ആണെങ്കിൽ നമുക്ക് റോഡ് മാർഗം പോകാം. അതൊരു മുനമ്പാണ്. അതായത് ആ ചിറ്റാർ ഡാം എല്ലാം കൂടെ കയറി കിടക്കുന്ന ഒരു നല്ലൊരു ഭാഗമാണ്. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ, താമസക്കാരുണ്ട്. അങ്ങനെ അതിപ്പോൾ ഇത് കറ്റുവ എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഷെപ്പേഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നല്ലേ അത്. ഏത് എസ്റ്റേറ്റാണ്? തമിഴ് വായിക്കാൻ അറിയത്തില്ലല്ലോ. അമ്പാടി എസ്റ്റേറ്റ് ആണെന്നൊരു സംശയം കേട്ടോ. ശിവലോകം അപ്പത്തല്ലേ കിടക്കുന്നത്. തമിഴ് നമുക്ക് വായിക്കാൻ അറിയത്തില്ല. അമ്പാടിയാണ് അതിൻ്റെ ഇത് ഇട്ടേക്കുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ അത്. രസമുണ്ട്. ഇത് മഴ ആണേലും റബ്ബർ വെട്ടാനായിട്ടേ രസമുണ്ട്. പക്ഷേ നല്ല രസമുണ്ട്. ഒരു ബസ് വന്നാൽ നമുക്ക് പാടായിരിക്കും. ഇതിൽ ബസ് ഓടുന്ന റോഡാണത്. ബസ് തമിഴ്നാട് മാർത്താണ്ഡത്തു നിന്നൊക്കെ വരുന്ന ബസ്സേ ഇവിടെ ആറുകാണിക്ക് പോകുന്ന ബസ് വഴിയാണ് വരുന്നത്. കുറച്ച് ദൂരം കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഉണ്ടല്ലേ അങ്ങോട്ട് കാണാനൊക്കെ. CSI ആണ്. നല്ല വളവ്, നല്ല രസമുള്ള വളവ് നോക്കി പോയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാകും.
വെള്ളത്തിന്റെ ഭാഗങ്ങൾ കണ്ടല്ലേ? ഉണ്ട്. ഓവർടേക്ക് കെയർഫുള്ളി, സൂക്ഷിച്ച് ഓവർടേക്ക് ചെയ്യണമെന്ന്. ഞാൻ ഓവർടേക്ക് ചെയ്യുകയേ ഇല്ല. ഇത്രയും പതിയെ പോകുമ്പോൾ അത്രയും പതിയെ പോകാറുള്ളൂ. സ്ഥലത്തിന്റെ പേരൊക്കെ സ്ഥലത്തിന്റെ പേര് പറയാൻ അറിയത്തില്ല. 2 ഡാമുണ്ടോ? അപ്പൊ ആ, ചിറ്റാർ 1 പോകുന്നതാണോ? അതേതിലെയാ പോകുന്നത്? ആ റോഡേ പോകാൻ പറ്റൂല്ലേ? കാണാൻ പറ്റത്തില്ല. ഡാമിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ, അത് പോകുന്നില്ല. നോക്കിട്ട് കണ്ടിട്ട് മരുന്നാമ്പാറ ഇങ്ങോട്ട് പോകുന്ന അതെ അതെ ഇങ്ങനെ വരും. അങ്ങനെ വരും. വരണ്ട, ഈ ചിറ്റാർ ഡാം ഇതുവഴി പോയാല് കാണാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അത് നെട്ടേരി ഞങ്ങൾ ഇന്നാളെ വന്നായിരുന്നു. അത് കണ്ടു. പിന്നെ ഇവിടെ ഡാമിന്റെ മെയിൻ ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കണമതി കല്ലുന്നൊരു സ്ഥലമാണ്. അവിടെ കാണാം അല്ലേ? നല്ല ഒരു സ്ഥലമാണത്. അത് റോഡ് വണ്ടിയിൽ തന്നെ പോകാമല്ലോ. അവിടെ പോയി ഒത്തിരി വെള്ളം കാണാൻ പറ്റും അല്ലേ? താങ്ക്സ് അങ്കിളെ. ഇത് ഓരോ വർഷവും ഇങ്ങനെ ഇടുന്നതാണ്. എന്നിട്ട് ഇളക്കിയിട്ട് പിറ്റേ വർഷം ഇടുന്നത്. അങ്ങനെയാണ് തട്ടായിട്ട് വരുന്നത് കേട്ടോ. അത് ഓരോ നമുക്ക് നോക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയിട്ട്. അത് ഗണപതിക്കൽ ഭാഗത്തോട് വരുമ്പോൾ കാണാം കേട്ടോ ഭാഗം. പറ്റുവാണെങ്കിൽ ഇന്ന് ഗണപതിക്കലിലൂടെ ഒന്ന് പോവാം അല്ലേ? തിരിച്ചു വരുമ്പോൾ ഇത്ര ദൂരം നോക്കി. ഇത് ഈ എസ്റ്റേറ്റ് അയ്യോ അതോട് ചോദിക്കാനുള്ളായിരുന്നു അല്ലേ അങ്കിളിൻ്റെ അടുത്ത്. അമ്പാടിയാണോ? അമ്പാടി എസ്റ്റേറ്റ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ശിവലോകം, വൈകുണ്ഠം, അമ്പാടി അങ്ങനെ 2-3 എസ്റ്റേറ്റ് ഉണ്ട്. ഇത് ഏതാണെന്ന് അത്ര എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. തെറ്റാണോ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ 3 എസ്റ്റേറ്റിൻ്റെ ഏരിയയിലാണ് ഈ ചിറ്റാർ ഡാം കിടക്കുന്നതെന്ന് എനിക്കറിയാം. ചുറ്റി കിടക്കുവാണത്. നല്ല റിസോർട്ട്. നമുക്ക് ഇതിലെ പോകാൻ പറ്റത്തില്ലല്ലേ അങ്ങോട്ട്? ഇത് ഇടവിള കൃഷിയായിട്ട് ചെയ്യുന്നതാണത്. തെങ്ങിൻ്റെ ഇടയ്ക്കുണ്ടോ? ഇടവിള കൃഷി. അതിനകത്ത് അങ്ങറ്റത്ത് കണ്ട ഒരു വീട് എന്തായിരിക്കുന്നുണ്ടോ? വീടായിരിക്കല്ലേ ഇതൊക്കെ നോക്കുന്ന സൂക്ഷിക്കുന്ന, തോട്ടം കാത്തു സൂക്ഷിക്കുന്ന ആളെ താമസിക്കുന്നതായിരിക്കണം. കോതയാർ മേജർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ചിറ്റാർ ഡാമുകൾ നിർമ്മിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ജലസേചന സംഭരണികളാണ് ചിറ്റാർ 1ഉം 2ഉം. നമ്മളിപ്പോൾ ചിറ്റാർ ഡാം 2 ആണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത എപ്പിസോഡിൽ ചിറ്റാർ ഡാം 1ഉം മെയിൻ അണക്കെട്ടായ പേച്ചിപ്പാറ ഡാമും നമുക്ക് കാണാൻ പറ്റും. 1964-നും 1969-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പല്ലു വയ്യല്ല, പല്ല് കമ്പിയിട്ടേക്ക്. ഇത് ഫ്രീ ബസ്സാണോ വരുന്നത്? ഇത് ചിറ്റാർ ഡാമിൻ്റെ എൻട്രൻസ് ആണ്. പക്ഷേ വാഹനങ്ങളൊന്നും അങ്ങോട്ട് വിടത്തില്ല. ഇതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതിൽ ഇറങ്ങി വേണം പോകാൻ കാണാനായിട്ട്.
പൊക്കുമ്പോൾ വെള്ളം നെയ്യാർ ഡാമിലെ ഷട്ടർ പൊക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചിറ്റാർ ഡാം. ഇത് ചിറ്റാർ ഡാം സെക്കൻഡ്. എത്ര ലെങ്ത് ഓഫ് ഡാം? 3300 പ്ലസ് 1200. ഹൈറ്റ് 82 അല്ലേ? ക്ലീൻ ചെയ്യും. കാറ്റാടി ക്ലീൻ ചെയ്യും. തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല ഒരു അന്തരീക്ഷം. ഇതിനകത്തോട്ട് കയറിയപ്പോൾ ചിറ്റാർ ഡാം 2 ഇപ്പോൾ ഈ കണ്ടത്. ഇനി ഇത് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പോൾ 1 മണിയൊക്കെ ആകാൻ പോകുന്നേ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ നമുക്ക് പേച്ചിപ്പാറ ഡാം കൂടെ ഒന്ന് കാണാൻ പോകാം. ഈ വീഡിയോ, ചിറ്റാർ ഡാമിൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് പൂർണ്ണമാവുകയാണ്. പേച്ചിപ്പാറ ഡാമും കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.